പ്രിയസഖി ഭാഗം 23. കിച്ചുവും ദച്ചുവും ഓഫീസിലേക്കില്ല എന്നറിഞ്ഞതോടെ ആതിരയും ലീവ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കിച്ചു ലീവ് എടുക്കാൻ അനുവദിക്കാത്തത് കാരണം അവൾക്ക് ഓഫീസിലേക്ക് പോകേണ്ടി വന്നു. 10 മണിയോടെ പ്രസാദും കിച്ചുവും ദച്ചുവും ജോണിന്റെ വീട്ടിലേക്ക് പോയി. എന്താ എടുത്തി അവിടെ? സീമ ജാനിയുടെ അടുത്തേക്ക് ചെന്നു. അതോ, കിച്ചു ദച്ചുവിന് കല്യാണ ഗിഫ്റ്റ് കൊടുക്കാൻ പോയതാ. അവിടെ വെച്ചോ? ഈ വീടൊഴികെ ബാക്കിയെല്ലാം അവൾക്ക് കൊടുക്കുകയാണ്. എന്ത്? അതെന്താ അങ്ങനെ? സീമ ഞെട്ടി. എന്താണെന്ന് അവൻ വരുമ്പോ ചോദിക്കാം. അങ്ങനെ ഇരിക്കുമ്പോ ഓരോരോ വട്ടല്ലേ. ബാക്കി സ്വത്തുക്കൾ എഴുതി കൊടുത്ത അവ എങ്ങനെ ജീവിക്കും? എന്റെ മോള്. അതെന്താ സീമേ, സ്വത്തുള്ളതുകൊണ്ടാണോ കിച്ചുവിന് കെട്ടിച്ചു കൊടുക്കാൻ പോണേ നീ അവളെ? അങ്ങനല്ല ഏട്ടത്തി, വരുമാനമൊന്നുമില്ലാതെ എങ്ങനെയാ? അവൻ പറഞ്ഞു ജോലി ചെയ്യുന്ന പെണ്ണിനെ മതിയെന്ന്. ആതിരയ്ക്ക് ജോലിയുണ്ടല്ലോ, അവനും ജോലിയുണ്ട്, അത് വെച്ച് ജീവിക്കാന്നാ അവൻ പറയുന്നത്. അതൊക്കെ സമ്മതിച്ചു കൊടുക്കാവോ? അവിയൽ വാങ്ങി വെക്കുന്നതിനിടയിൽ ജാനി മറുപടി ഒന്നും പറയാതെ തിരിഞ്ഞു നിന്നു. ഏട്ടത്തി. സീമേ, നീ പോയി ചോദിക്ക്, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. അവര് ബോർഡ് മീറ്റിംഗ് കൂടുകയാണ് അപ്പുറത്ത്. സീമ ഉടനെ ഇറങ്ങി. അവർ ആതിരയുടെ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും അവള് ഫോൺ എടുത്തില്ല. ഞാൻ എന്റെ പേരിലുള്ള എല്ലാ ഷെയറുകളും ഇച്ചന്റെ പേരിലേക്ക് മാറ്റുകയാണ്, അതുപോലെ എല്ലാ സ്വത്തുക്കളും. വല്ലിയുടെ വാക്കുകൾ അംഗീകരിക്കുന്നത് പോലെ എല്ലാവരും തലയാട്ടി. ഞാനും എന്റെ പേരിലുള്ള എല്ലാ സ്വത്തും ദച്ചുവിന്റെ പേരിലേക്ക് മാറ്റുകയാണ്. ഷെയറുകളും സ്വത്തുക്കളും കൈമാറാൻ രജിസ്റ്റർ ഓഫീസർ വന്നു. എല്ലാം നടന്നു. ദച്ചുവും പിന്നെയും ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴാണ് സീമ കയറി വന്നത്. സീമ കയറി വന്നപ്പോൾ രജിസ്ട്രാർ വീട്ടിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. കാശും വാങ്ങി അയാൾ ഇറങ്ങി. എന്താ ഏട്ടാ ഇവിടെ നടന്നത്? സീമേ, നീ വീട്ടിലേക്ക് പോ, ഞങ്ങൾ അങ്ങോട്ട് വരാം. സീമ പിന്നെയും എന്തോ പറയാൻ തുടങ്ങി. പ്രസാദ് അവളെ രൂക്ഷമായി നോക്കി. അതോടെ അവൾ പിന്തിരിഞ്ഞു. വീട്ടിലേക്ക് നടക്കുമ്പോൾ അവർ ആതിരയെ ഒന്നുകൂടെ വിളിച്ചു. കുറച്ചു നേരം റിങ് ചെയ്തിട്ടാണ് അവൾ ഫോൺ എടുത്തത്. എന്താ അമ്മേ? നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. അമ്മ, ഞാനിവിടെ വെറുതെ ഇരിക്കുകയല്ല, വിളിച്ച കാര്യം പറയേ. എടീ, കിച്ചു സ്വത്തുക്കളും ഷെയറും ദച്ചുവിനും കൊടുത്തൂന്ന്. വാട്ട്? എന്താ അമ്മ പറയുന്നത്? അവരിവിടെ ബോർഡ് മീറ്റിംഗ് കൂടി. പിന്നെ സീമ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആതിര ദേഷ്യം കൊണ്ട് വിറച്ചു. അവൾ ഹാഫ് ഡേ ലീവ് പറഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ ഇറങ്ങട്ടെ. പ്രസാദ് മക്കളെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിൽ അവരെ കാത്തിരിക്കുകയായിരുന്നു സീമ. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? സ്വത്തുക്കളും ഷെയറുകളും ദച്ചുവിന് മാത്രം എഴുതി കൊടുത്ത കിച്ചുമ എങ്ങനെ ജീവിക്കും? അതെന്താ ആന്റി, എനിക്ക് എഴുതി തന്നതിൽ ഇത്ര പ്രശ്നം? എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് തന്നതല്ലേ ഏട്ടൻ. അങ്ങനല്ല മോളെ, തരാനുള്ളതെല്ലാം തരുക തന്നെ വേണം. പക്ഷേ കിച്ചുമോനും കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കണ്ടേ? എനിക്കില്ലാത്ത വിഷമം ആന്റിക്ക് എന്തിനാ? ഞാൻ ഓഫീസിൽ നല്ലൊരു പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അത് സാലറി ജോബ് ആക്കിയാൽ തീരാവുന്ന പ്രോബ്ലം മാത്രമേ എനിക്കുള്ളൂ. എന്നാലും മോനെ, നിങ്ങൾക്കൊരു കൊച്ചൊക്കെ ആവുമ്പോ. സീമേ, നീ ആതിരമോക്ക് എത്ര രൂപ സ്ത്രീധനം കൊടുക്കും? പ്രസാദിന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ സീമ പകച്ചു. അത് രാജീവേട്ടനല്ലേ തീരുമാനിക്കുന്നത്? ആണല്ലോ. ഇവിടെ ഞാനും എന്റെ മോനും എന്റെ മോക്ക് എന്ത് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അതിലിനി ആരും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അതെങ്ങനെയാ അങ്കിൾ? ഇത്രയും നാള് കിച്ചുവേട്ടൻ സ്വന്തം എന്ന് കരുതി നോക്കിയതല്ലേ. ഞാനും അവിടെയല്ലേ. കിച്ചുവേട്ടനെ കല്യാണം കഴിക്കുമ്പോൾ ഒന്നുമില്ലാതെ എങ്ങനെ ഞങ്ങൾ ജീവിക്കും? നീ എന്റെ സ്വത്ത് കണ്ടിട്ടാണോ സ്നേഹിച്ചത്? ആതിര ആ ചോദ്യം പ്രതീക്ഷിച്ചതാണ്. അങ്ങനെയാണോ ഏട്ടാ? ദച്ചുവിന് കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടും വേണ്ടേ? അതിന് നീ ഒറ്റ മോളല്ലേ, അച്ഛൻ പുറത്തും, നല്ല കാശും ഉണ്ട്. നിനക്ക് എന്നെ വേണമെങ്കിൽ നല്ലൊരു തുക സ്ത്രീധനം തരണം, എന്നാ മാത്രമേ ഈ കല്യാണം നടക്കൂ. ആതിര അവനെ മിഴിച്ചു നോക്കി. അപ്പോ കിച്ചോട്ടിന് എന്നോട് ഒരു സ്നേഹവും ഇല്ലേ?
നിന്നോടെന്നല്ല, ആരോടും ഇപ്പോൾ എനിക്ക് ഒരു സ്നേഹമില്ല. ഞാൻ എൻ്റെ അനിയത്തിക്ക് എന്ത് കൊടുത്തിട്ടുണ്ടോ അത് അവൾക്കും അവൾക്കുണ്ടാകുന്ന മക്കൾക്കും വേണ്ടിയിട്ടാണ്. എനിക്ക് ജീവിക്കാൻ ഒരു ജോലി മതി, അതെനിക്കുണ്ട്. എൻ്റെ കൂടെ ജീവിക്കാൻ വരുന്നവർക്ക് അത്യാവശ്യത്തിനുള്ളത് ഞാൻ കൊടുക്കുകയും ചെയ്യും. അതിൽ കൂടുതൽ വേണമെങ്കിൽ അവൾ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി. കിച്ചു എല്ലാവരെയും മാറി മാറി നോക്കി. പിന്നെ മുറിയിലേക്ക് കയറി. എല്ലാവരും പിരിഞ്ഞു തുടങ്ങി. ഇത് ശരിയാവില്ല ഏട്ടത്തി. എന്താ സീമേ, നമ്മുടെ കൊച്ചിന് തന്നെയല്ലേ കൊടുത്തത്, പുറത്താർക്കും അല്ലല്ലോ. അവിടെ നിന്നും പരാജയം ഏറ്റുവാങ്ങി സീമ മുറിയിലേക്ക് നടന്നു. സീമ രാജീവിനെ വിളിച്ച് കാര്യം പറയുമ്പോൾ അപ്പുറത്ത് ആതിര മഹിയെ വിളിച്ചു. എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരെത്തും പിടിയും കിട്ടിയില്ല. പിറ്റേന്ന് രാവിലെ വല്യ ഓഫീസിലേക്ക് പോകാനിറങ്ങി. അവളുടെ ഒപ്പം ജോണും ഇറങ്ങി വന്നു. കല്യാണ ഡേറ്റ് കിട്ടിയാ പിന്നെ പോണോ മോളെ? എന്തിനാ പോണത്? സ്വന്തം കമ്പനിയല്ലേ, പിന്നെ കല്യാണ നിശ്ചയമില്ലല്ലോ. ഡേറ്റ് കിട്ടിയാല് ഡ്രസ്സ് ആഭരണം ഒക്കെ എടുക്കണ്ടേ? അങ്ങോട്ട് വന്ന പ്രസാദ് പറഞ്ഞു. അയാൾക്ക് പിന്നാലെ ദച്ചുവും ആതിരയും കിച്ചുവും ഉണ്ടായിരുന്നു. ഡേറ്റ് തീരുമാനമാകട്ടെ, അതുവരെ ജോലിക്ക് പോണം. ഞാനില്ലെങ്കിൽ ശരിയാവില്ല അങ്കിൾ. ഇപ്പോ സ്റ്റാർട്ടപ്പ് സ്റ്റേജ് അല്ലേ, 2 ആഴ്ച ലീവ് എടുക്കാം. പ്രസാദിന്റെ നേർക്ക് നോക്കി പറഞ്ഞെങ്കിലും അത് എല്ലാവരോടും കൂടിയായിരുന്നു. ആ, എന്നാ അതാ നല്ലത്. ഡേറ്റ് എടുത്തിട്ട് ബാക്കി നോക്കാം. ജോ, നമുക്കങ്ങ് പോയാലോ? ശരി. ജോണും പ്രസാദും വണ്ടിയെടുത്തു പോയി. വല്ലി അവരോട് യാത്ര പറഞ്ഞു പോയി. ദച്ചുവും പിന്നെയും ഇത്തവണ ഒരുമിച്ചാണ് ഇരുന്നത്. അതുകൊണ്ട് ആതിര മുന്നിൽ കയറി. ഓഫീസിലെത്തിയ ദച്ചു നേരെ പോയത് മാനേജിംഗ് ഡയറക്ടറുടെ ക്യാബിനിലേക്കാണ്. വിന്നി അവളുടെ പിന്നാലെ ചെന്നു. വിന്നിക്കും കിച്ചുവിനും ഒരു ക്യാബിനാണ്. ആതിര അമ്പരന്ന് കിച്ചുവിനെ നോക്കി. കിച്ചുവും ക്യാബിനിലേക്ക് ചെന്നു. കിച്ചുവേട്ടാ, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, പിന്നെ പ്രോജക്റ്റ് ഇൻകം എക്സ്പെൻഡിച്ചർ ഡീറ്റെയിൽസ് എല്ലാം എടുപ്പിക്കണം. പിന്നെ അക്കൗണ്ട്സ് മാനേജർ പോസ്റ്റിലേക്ക് പുതിയ ആളെ വെക്കണം. ഒരു പുതിയ ക്യാബിൻ ഇതിനടുത്ത് തന്നെ എനിക്ക് വേണം. അതുവരെ ഞാനിവിടെ ഇരിക്കാം. കിച്ചു തലയാട്ടി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ സ്റ്റാഫുകൾ ക്യാബിന്റെ മുന്നിൽ നിറഞ്ഞിരുന്നു. കിച്ചു പുറത്തേക്കിറങ്ങി വന്നു. പിന്നാലെ വിന്നിയും ദച്ചുവും. ഇന്നു മുതൽ ഇവർ രണ്ടുപേരുമാണ് കമ്പനി ഓണേഴ്സ്. അവൾക്ക് കല്യാണത്തിന് ഞങ്ങളുടെ ഗിഫ്റ്റ്. ഞാനും ഇവിടെ ഉണ്ടാവും നിങ്ങളുടെ കൂട്ടത്തില്. ദച്ചു, അക്കൗണ്ട്സ് മാനേജർ പോസ്റ്റ് ഫില്ല് ചെയ്യാൻ നിൽക്കണ്ട, അത് ഞാൻ എടുക്കുകയാണ്. അത് വേണ്ടേട്ടാ, ഏട്ടൻ ഇവിടെ തന്നെ വേണം. ഞാനത് തീരുമാനിച്ചു ദച്ചു. അത് പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. ദച്ചു പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൾ HR മാനേജറുടെ അടുത്ത് കിച്ചുവിന് വേണ്ടി പുതിയ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കാൻ നിർദ്ദേശം നൽകി. മിനിറ്റുകൾക്കുള്ളിൽ ലെറ്റർ ശരിയായി. ദച്ചു അത് കിച്ചുവിന്റെ നേരെ നീട്ടി. അവൻ അത് വാങ്ങി എല്ലാവരെയും നോക്കി ചിരിച്ച് അക്കൗണ്ട്സ് മാനേജറിന്റെ ക്യാബിനിലേക്ക് നടന്നു. ഒന്നും മിണ്ടാതെ മാനേജർ ക്യാബിനിലേക്ക് നടന്ന കിച്ചുവിനെ നോക്കി സ്റ്റാഫുകൾ പരസ്പരം പിറുപിറുത്തു. എന്താ, എല്ലാരും പോയി ജോലി ചെയ്യൂ? മിന്നിയുടെ ചോദ്യം മൂലം എല്ലാവരും പിരിഞ്ഞു. ദച്ചുവും മിന്നിയും അകത്തേക്ക് കയറി. ആതിര ദേഷ്യത്തോടെ അവരുടെ പിന്നാലെ ചെന്നു. നിനക്ക് സ്വത്ത് എഴുതി കിട്ടിയതുകൊണ്ടാണോ ഈ തെമ്മാടിത്തരം? കിച്ചുട്ടിന് എത്ര കഷ്ടപ്പെട്ടതാണ് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട്. ആതിരേ, നീ ഇവിടുത്തെ സ്റ്റാഫാണ്. ഇവിടെ എന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കാൻ ഞങ്ങളുണ്ട്. ഗെറ്റ് ഔട്ട്! വിന്നി ഷൗട്ട് ചെയ്തു. ആതിര ദച്ചുവിനെ നോക്കി. അവൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് ആതിര പുറത്തേക്കിറങ്ങി. പിന്നെ നേരെ കിച്ചുവിന്റെ ക്യാബിനിലേക്ക് ചെന്നു. സ്വത്ത് മുഴുവൻ കിട്ടിയപ്പോ അവരടിച്ച് പുറത്താക്കിയില്ലേ? സമാധാനമായോ ഏട്ടന്? ആതിരേ, നീ നിന്റെ പണി നോക്കിപ്പോ, എനിക്കവിടെ ജോലിയുണ്ട്. പോരാ, ഏട്ടനല്ലേ പറഞ്ഞത് ഇവിടെ നല്ലൊരു പോസ്റ്റിലാണ് ഇരിക്കുന്നതെന്ന്. എന്നിട്ടിപ്പോ നമ്മൾ എങ്ങനെ ജീവിക്കും ഈ വരുമാനം കൊണ്ട്? നിന്നോട് ഞാൻ പറഞ്ഞു, ഇതൊരു ഓഫീസാണ്. ഇവിടുത്തെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ വീട്ടിൽ പോയിട്ട്. പിന്നെ ഇതെന്റെ അനിയത്തി ഇരുന്ന പോസ്റ്റാണ്. ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയിരുന്ന സമയത്ത് തന്നെ അവൾക്ക് ഇവിടെ ഇരിക്കാമെങ്കിൽ ഇപ്പൊ എനിക്കും ഇരിക്കാം. നീ പോ. ആതിര ദേഷ്യപ്പെട്ട് അവിടുന്ന് ഇറങ്ങി. ഒന്നിനും അവളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. എല്ലാം ഓർത്ത് ഭ്രാന്ത് പിടിക്കുന്ന പോലെ. അവൾ മഹിക്ക് കോൾ ചെയ്തുവെങ്കിലും അവൻ കട്ട് ചെയ്തു. കിച്ചു തന്റെ ജോലികളിലേക്ക് ഇറങ്ങി. വല്ലി തനിക്ക് കിട്ടിയ പുതിയ പ്രോജക്റ്റിന്റെ തിരക്കിലായിരുന്നു. വല്ലി, നീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഇങ്ങനെയൊക്കെ വേണോടാ? സന്തു ഡിസൈൻ വരയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് തലപൊക്കി വല്ലിയെ നോക്കി. നീ ഒന്ന് പോയേ, ഇതാ ശരി. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്തിനാ?
കൊടുക്കണം, നല്ല പണി. വിനു വലിയ സപ്പോർട്ട് ചെയ്തു. അപ്പോഴും ഒന്നും മിണ്ടാതെ അവരുടെ ഡിസൈനിലെ പാകപ്പിഴകൾ നോക്കുകയായിരുന്നു വല്ലി. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അതെ, നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ അതുപോലെ നടക്കും. പക്ഷേ മൂന്നും കൂടെ ഈ പ്ലാൻ ശരിയാക്കിയില്ലെങ്കിൽ സ്വന്തം കല്യാണത്തിന്, വല്ലിക്കും കൂട്ടുകാരിയുടെ കല്യാണത്തിന് ബാക്കി 2 ലീവ് തരില്ല ഞാൻ. അതുവഴി വന്ന ജോയൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, പെണ്ണില്ലാതെ കല്യാണം നടക്കില്ല എന്ന് ഓർത്തു വയ്ക്കണത് ജോയലേട്ടന് ഓർത്തോ? വിനു പറഞ്ഞപ്പോൾ ജോയൽ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇന്ന് 3 പപ്പമാരും ഡേറ്റ് നോക്കാൻ പോയിട്ടുണ്ട്. പിന്നെ പള്ളിയിൽ ചാർത്ത് വിളിച്ചു ചൊല്ലാൻ പറയാനും പോയിട്ടുണ്ട്. വല്ലി തലയാട്ടി. ജോയൽ തന്റെ ക്യാബിനിലേക്ക് നീങ്ങി. ആതിരയുടെ കോളുകൾ കട്ട് ചെയ്യുമ്പോൾ മഹി മറ്റൊരു കോളിന് വെയിറ്റിംഗ് ചെയ്യുകയായിരുന്നു. ഇവൾക്ക് കട്ട് ചെയ്താലും മനസ്സിലാവില്ലേ തിരക്കാണെന്ന്. അനു, നീ ഒന്ന് അവളെ വിളിക്ക്. അനു ഫോൺ എടുത്ത് ആതിരയെ വിളിച്ചു. അതേസമയം മഹിയുടെ ഫോണും ശബ്ദിച്ചു. മഹി അനുവിനെ നോക്കി പുറത്തേക്ക് നീങ്ങി നിൽക്കാൻ കൈകൊണ്ട് കാണിച്ച് ഫോണിൽ ആൻസർ ബട്ടൺ അമർത്തി. പറയ്. നീ പറഞ്ഞ പോലെ പോയി നോക്കി. പള്ളിയിൽ വയലറ്റ് ജോയൽ എന്ന് തന്നെയാണ് എഴുതിയത്. പിന്നെ ഡേറ്റ് നോക്കി, വരുന്ന 2ാമത്തെ ഞായർ. അവൾ ജോയലിന്റെ കമ്പനിയിലാണ്. അവിടെയും എല്ലാവരും അവരുടെ കല്യാണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. രജിസ്ട്രാറെ കണ്ടു. ഇന്നലെ നടന്നത് സ്വത്ത് കൈമാറ്റം തന്നെയാണ്. ഓക്കെ, താങ്ക്സ് ഡാ. ഡാ? ആ, അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ. മഹി ഫോൺ കട്ട് ചെയ്തു. അവന്റെ മുഖം മുറുകിയിരുന്നു. ഇനി കൊച്ചുവിനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. ദച്ചു. അവന്റെ കണ്ണുകൾ കുറുകി. അനു തിരിച്ചു വരുന്ന ശബ്ദം കേട്ട് അവൻ അങ്ങോട്ട് നോക്കി. കമ്പനിയിൽ ദച്ചുവും ഇനിയും ഭരണം തുടങ്ങിയെന്ന്. കിച്ചു മാനേജർ പോസ്റ്റായി. ഞാൻ പറഞ്ഞില്ലേ ഇതിലെന്തോ കളിയുണ്ടെന്ന്. ഒന്നുമില്ലടാ, അവരുടെ പേരിൽ സ്വത്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇത്രയും ചെയ്തത് വെറുതെ ആവോ? എങ്ങനെ? കൊച്ചു പോയാ ദച്ചു. അല്ലേലും പ്രേമം കൊണ്ടൊന്നുമല്ലല്ലോ. അപ്പോ നീ പക്ഷേ അവളുടെ കല്യാണം ഉറപ്പിച്ചില്ലേ? അതിനൊക്കെ വഴിയുണ്ട്, നമുക്ക് കാത്തിരിക്കാം. ആതിരയുടെ കാര്യമാണ് കഷ്ടം. എന്ത് കഷ്ടം? അവൾക്കും ദിവ്യപ്രേമൊന്നും അല്ലല്ലോ, സ്വത്തിനു വേണ്ടി തന്നെയല്ലേ. നീ നോക്കിക്കോ, അവള് തന്നെ പറയും അവനെ വേണ്ടെന്ന്. അവർ രണ്ടുപേരും പരസ്പരം ചിരിച്ചു. വരുന്ന ഞായറാഴ്ച കൊച്ചുവിന്റെ കല്യാണം വിളിച്ചു ചൊല്ലും. അതിനടുത്ത് ഞായറാണ് കല്യാണം. മനസ്സമ്മതം നടത്താത്തതിനും വിന്നിയുടെ കാര്യത്തിലും അച്ഛൻ കുറച്ചടഞ്ഞു. പിന്നെ ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചതാണ്. എല്ലാ കൊല്ലവും നല്ലൊരു തുക കൊടുക്കുന്നതല്ലേ. വൈകിട്ട് വീട്ടിലെത്തിയ ജോൺ എല്ലാവരോടുമായി പറഞ്ഞു. കിച്ചു അവന്റെ കല്യാണം ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ അവന്റെയും കൂടെ ഇതിന്റെ കൂടെ നടത്തായിരുന്നു. പ്രസാദ് അത് പറഞ്ഞപ്പോൾ ആതിരയുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു. അങ്കിൾ അറിഞ്ഞോ, കിച്ചുവേട്ടന്റെ സ്ഥാനം ഇപ്പോൾ അക്കൗണ്ട്സ് മാനേജറുടെ പോസ്റ്റിലാണ്. അത് പറഞ്ഞപ്പോൾ കിച്ചു അവളെ കത്തുന്ന കണ്ണുകളോടെ നോക്കി. പ്രസാദ് അമ്പരപ്പോടെ ദച്ചുവിനെ നോക്കി. ദച്ചു തല കുനിച്ചു. അത് കണ്ട് ആതിര തുടർന്നു. സ്വത്തുക്കൾ മുഴുവൻ കയ്യിലായപ്പോ ഏട്ടൻ വെറും കറിവേപ്പില. നിർത്തടി, നിന്നോടിപ്പോ ആരെങ്കിലും ഇതൊക്കെ ചോദിച്ചോ? കിച്ചു ദേഷ്യം കൊണ്ട് വിറച്ചു. കിച്ചു, അവള് പറഞ്ഞത് നേരാണോ? അത് പിന്നെ അച്ഛാ. എന്താടായി കേൾക്കുന്നത്? ദച്ചു, നീ ഇത് ചെയ്തതാണോ? ജാനി ദച്ചുവിനെ തിരിച്ചു നിർത്തി. ദച്ചു തലയുയർത്തി നോക്കിയില്ല. പക്ഷെ അവൾ പൊട്ടിക്കരഞ്ഞു. വല്ലി അവളെ ചേർത്ത് പിടിച്ച് പുറത്ത് തട്ടി. അച്ഛാ, നമ്മൾ അവൾക്ക് സ്നേഹത്തോടെ കൊടുത്ത സമ്മാനമാണ്. അത് അവൾക്ക് എന്തും ചെയ്യാം. നമ്മളത് നോക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പോ ഒരു കുഞ്ഞു ജോലി പോരെ? കിച്ചു സംയമനം പാലിച്ചുകൊണ്ട് പറഞ്ഞു. പ്രസാദ് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി. ജാനി പിന്നാലെയും. വല്ലി ദച്ചുവിനെ കൂടെ കൂട്ടി. ബാക്കിയുള്ളവർ അവർക്ക് പിന്നാലെ പോയി. ആതിര എല്ലാം കണ്ടു നിന്നു. കിച്ചു അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. നിനക്കെന്താ? ഞാൻ എന്ത് പോസ്റ്റിലിരുന്നാല് നിനക്കെന്താ പ്രശ്നം? പറയടി. വേദന എടുത്ത് അവൾ കരഞ്ഞു. മര്യാദയ്ക്ക് പറയുക. ഇനി ഒരിക്കൽ കൂടെ അവളുടെ കണ്ണ് നിറയാൻ നീ കാരണമായ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവൻ നടന്നു നീങ്ങിയപ്പോൾ ആതിര കയ്യിലിരുന്ന ഫോൺ ചെവിയോട് ചേർത്തു. തുടരും. അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.